നമുക്ക് ബാലിന്റെ ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗോമതി അലോകിന്റെ കർണം ഒടിച്ച് പൊട്ടിച്ചിട്ട് പറഞ്ഞു, സത്യം പറയടാ, എന്റെ മോൾ എവിടെ, എന്റെ അനു എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അലോക് പറഞ്ഞു, അപ്പച്ചി എന്നെ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. എടാ, നീ എന്നോട് കള്ളത്തരം ഒന്നും പറയണ്ട, എന്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, സത്യം പറയുന്ന നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അപ്പൊ അപ്പച്ചിക്ക് ഞാൻ ഇത്ര സമയം പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? അവൾ എന്നെ അന്വേഷിച്ചു വന്നു, എന്നെ തേടി വന്നു, ഞാനില്ലെങ്കിൽ അവൾ മരിക്കൂന്നൊക്കെ പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, വേണ്ട, വെറുതെ നീ കള്ളത്തരം പറയണ്ട, എനിക്കറിയാം എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ മോൻ കള്ളത്തരം പറയുന്നതാണോ ഗോമതി നീ പറയണെന്ന് ചോദിച്ചു. അതെ, അലോകിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. ആ സമയം ബാലനാണ് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി, സമനില എത്തുന്ന പോലെ തോന്നി. ബാലൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അലോകിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, സത്യം പറ, എന്റെ മോളെ നീ എന്ത് ചെയ്തു, എനിക്കറിയണമെന്ന് പറഞ്ഞു. ഇതായിപ്പോ നന്നായത്, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവൾ എന്റെ അടുത്ത് വന്ന് കരഞ്ഞപേക്ഷിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ആര്യം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് ഞങ്ങൾക്ക് വിട്ടേരെ, ഞങ്ങൾ ഇവന്റെ കാര്യം ഏറ്റെന്ന് പറഞ്ഞു. അവന്റെ കോളർന്ന് കയറി വീണ്ടും കുത്തിപ്പിടിക്കുമ്പോഴത്തേനും അലോക കൈ ഇങ്ങോട്ട് തട്ടിമാറ്റി. അതെ, എന്നെ വെറുതെ തല്ലിയിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഈ സമയം പെണ്ണിന്റെ അമ്മ പറഞ്ഞു, അതെ, വെറുതെ നിങ്ങൾ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പെണ്ണെവിടെ, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇവനോടൊപ്പം അവളുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾക്ക് അറിയണം. ഇവൻ പറയുന്ന സത്യാവസ്ഥയാണോ അല്ലെന്ന് അറിയത്തില്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവൻ തന്നെ പറയട്ടെ. ഇനിയിപ്പൊ ഇവനെ കാണാനായിട്ട് പെണ്ണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പെണ്ണിനെ കാണിച്ചു തരട്ടെ എന്നൊക്കെ പറഞ്ഞു. ജീവനൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ജീവനാണെങ്കിൽ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അനു ജീവനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതാണ്. പക്ഷേങ്കില് ഈ സമയത്ത് ഇങ്ങനൊരു കളി കിട്ടുമെന്ന് ഒരിക്കലും ജീവൻ പ്രതീക്ഷിച്ചല്ല. അപ്പോഴേക്കും മീനാക്ഷി എന്നിട്ട് ജലജയോട് പറഞ്ഞു, അതെ ആന്റി ഒന്ന് റിലാക്സ് ആകുക. കാരണം ഞങ്ങളുടെ അനു ഒരിക്കലും അങ്ങനെയും ചെയ്യത്തൊന്നുമില്ല. ഞങ്ങളുടെ അനുവിന് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ആരുടെയും കൂടെ ഇറങ്ങിപ്പോവാനോ അങ്ങനെ ഒരു രാത്രി കഴിയാനോ അവൾക്ക് പറ്റത്തൊന്നുമില്ല. അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവളല്ല. ഇതിനകത്ത് എന്തോ ഒരു ചതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജീവന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ പറയുന്നതല്ല ഞങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവളെയും കൂടി വിളിക്കുക, അവളെ എവിടെ എന്താന്നൊക്കെ ഞങ്ങൾ പറയട്ടെ. അല്ലാതെ ചുമ്മാ ഞങ്ങളുടെ മോന്റെ തലയിലേക്ക് അവളെ കെട്ടിവെക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെ സ്വഭാവദൂഷ്യമുള്ള പെണ്ണുങ്ങളെ കെട്ടേണ്ട ഗതികടൊന്നും എന്റെ മോനില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, അമ്മ എന്നൊന്നും മിണ്ടായിരിക്കുക, അവർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കേക്കട്ടെ. ഒരു പക്ഷേങ്കില് അനുവിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ ഒന്നും അറിയത്തില്ലോ, നീ മിണ്ടരുത്. അതെ, തൊഴിലുറപ്പ് കണ്ടു കഴിഞ്ഞപ്പോ നീ വീണ് പോയി കാണും, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലാന്ന് പറഞ്ഞു. അവിടെ എന്താ എവിടെ എങ്ങനെയൊന്നും അറിയത്തില്ല, എന്നിട്ടോ വീട്ടുകാരിൽ നിന്ന് നാടകം കളിക്കുന്നു, എന്നിട്ട് വീണ്ടും നിനക്ക് അവളെ വേണോ അല്ലേടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പം വേണു പറഞ്ഞു, ജലജ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, എന്താ ഏതാന്ന് നമുക്ക് അറിയത്തില്ലോ, നീ ഒന്നും മിണ്ടാതിരിക്കുക, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അതെ, ഇനി കൂടുതലൊന്നും നോക്കാനൊന്നുമില്ല, അവളെയും കൂട്ടിക്കൊണ്ടാ ഞാൻ വന്നിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഡോറങ്ങ് തുറക്കുമ്പോഴത്തേനും അനു അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ അലോക് ഒരു ചതി ചെയ്തിട്ടുണ്ടായിരുന്നു. ബലമായിട്ട് അനുവിന്റെ കഴുത്തിലേക്ക് ആ താലി അങ്ങോട്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവളെ വേണ്ട, പക്ഷെ കല്യാണം മുടക്കണം. അവന് വേണ്ടത് ആനന്ദം കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ആലോചനയാണ്. കോടീശ്വര ഒരു പുത്രിയുണ്ട്, കോടീശ്വര പുത്രിയെ കല്യാണം കഴിക്കാനായിട്ടാണ് അവന്റെ തീരുമാനം. പക്ഷെങ്കില് ഇപ്പൊ ഇവളുടെ വിവാഹം മുടക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്നറിയാം. അതുകൊണ്ട് അവൻ കാണിച്ച തന്ത്രമാണത്, അവളുടെ കഴുത്തിൽ ആ താലി കെട്ടിരിക്കുന്നത്. അല്ലാതെ അവളെ കൂടെ താമസിപ്പിക്കാനോ ഒന്നിച്ച് ജീവിക്കാനൊന്നും അല്ല. അനുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അനുവിന്റെ കയ്യെ പിടിച്ചവനങ്ങോട്ട് ഇറക്കി. ഈ സമയത്ത് അതിന് തല കുമ്പിട്ട് നിൽക്കുമ്പോഴത്തേനും ഗോമതിയും കൂടി എന്നു. ഗോമതി നിരച്ചു, എന്താ മോളെ, സത്യം പറ, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. ഇവൻ നിന്നെ തട്ടിക്കൊണ്ട് പോയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനാണ് ഗോമതി ആ കാര്യം കാണുന്നത്. അവളുടെ കഴുത്തിലൊരു താലി കിടക്കുന്നത്. ഇതെന്താ താലിയോ? അപ്പോഴേക്കും ഗോമതിക്ക് ആ പടം ഞെട്ടുണ്ടായി. അവിടെ കൂടുന്നവരും ഞെട്ടിപ്പോയി. അവരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അനു പറഞ്ഞു, അമ്മേ ഞാന് ഗോമതി സത്യം പറയടി, എന്താടി ഇത്? പക്ഷെ എങ്കില് അനുവിന് എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഓഹോ, അപ്പൊ നീ ഞങ്ങളെല്ലാരും പറ്റിക്കുമായിരുന്നില്ലേ, ഞങ്ങളെല്ലാരും ചതിക്കുമായിരുന്നില്ലേ നീ? അമ്മ ഞാൻ അങ്ങനെയൊന്നും, ഞാൻ പറയുന്നൊന്നും കേൾക്ക വേണ്ടി, കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. അച്യുതന്റെ അലോകിന്റെ ഒക്കെ മുഖത്ത് ഒരു ചിരി ഉണ്ടായി. കാരണം ഇത്രയ്ക്കൊന്നും ആ ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അച്യുതനൊക്കെ. ഇത്ര പെട്ടെന്ന് അലോക് ഇങ്ങനെ കല്യാണം മുടക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കളി കളിക്കും എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയായിരുന്നു രാജശ്രീക്കും. സുകന്യ വരെ ഞെട്ടിപ്പോയി. കാരണം സുകന്യ ഒരിക്കലും ഓർത്തില്ല അലോക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ളതൊക്കെ.
കോമതി ബാലനും അവരൊക്കെ വിചാരിച്ച് ശരിക്കും പറഞ്ഞ് അനുശ്രീ അവനോടൊപ്പം പോയി അവൻ താലി കിട്ടിയതാന്നാ. പക്ഷെ സത്യാവസ്ഥ അനുവിന് മാത്രമല്ല അറിയുള്ളൂ. ഈ സമയത്ത് ജീവന്റെ അമ്മ പറഞ്ഞു, അപ്പൊ ഇതായിരുന്നില്ലേ, എന്നിട്ടാണ് ബാല നിങ്ങള് ഞങ്ങളോട് ഈ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെച്ചല്ലേന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളുടെ മോള് ഒരുത്തന്റെ കൂടെ പോയി, എന്നിട്ടോ ഇത്ര സമയം ഞങ്ങളോട് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇനിയിപ്പോ ഇവള് തിരിച്ചു വരുവാണെങ്കിൽ എന്റെ മോന്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. ഈ സമയം ജീവൻ വന്ന് അനുവിനോട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചായിരുന്നല്ലോ. അപ്പോഴേക്കും അനു പറഞ്ഞു, അത് പിന്നെ ജീവൻ ഞാന് വേണ്ട, കാരണം അവർക്കും ഭയങ്കര വിഷമായിപ്പോയി. ജീവനും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതിരിക്കും പ്രതീക്ഷിച്ചില്ലല്ലോ. അനുവിനാണെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ പോലും മടിയായിപ്പോയി. ആ സമയത്ത് ജീവന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ജീവന്റെ അമ്മ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് കണ്ടോണ്ട് നിൽക്കോടാ, വാടാ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. കല്യാണം മുടങ്ങിയെന്നുള്ള കാര്യം ബാലനും ഗോമതിക്കും എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴേക്കും ഗോമതിയുടെ അടുത്തുനിന്ന് കയ്യെ പിടിച്ചിട്ട് അനു പറഞ്ഞു, അമ്മ ഞാൻ പറയുന്നു കേൾക്ക്, വേണ്ട കൂടുതലൊന്നും പറയണ്ട, ദേ നിൽക്കുന്നു നിന്റെ അച്ഛന്. ആ മനുഷ്യൻ തല കുടിച്ച് പിടിച്ച് നിൽക്കുക, തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ, നീ ഒറ്റ ഉയർത്തി കാരണമെന്ന് പറഞ്ഞു. എല്ലാരും അനുവിനെ കുറ്റപ്പെടുത്തുക. അലോകിന് ഭയങ്കര സന്തോഷം, അലോകിന് മുഖത്തൊരു വിജയിച്ചിരി. പക്ഷേങ്കില് മിത്രയുടെ മീനാക്ഷിയുടെ ഉള്ളില് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അനു ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അവളിത് പണ്ടേ ചെയ്തേനം. ആ സമയത്ത് അനു ബാലിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അച്ഛ എന്നോട് ക്ഷമിക്കച്ച, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ബാലിന് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം ഗോമതി പറഞ്ഞു, എന്തിനാടി നോക്കി നിൽക്കുന്നേ, എങ്ങോട്ടാന്ന് വെച്ചാൽ നീ ഇറങ്ങിപ്പോ, ഇപ്പൊ നിന്നോടെ കണ്ടുപോയേക്കെല്ലാം പറഞ്ഞോട് ഗോമതി പിടിച്ച് തള്ളുവാണ്. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും കൂടെ ഓടി വന്നിട്ട് അനുവിനെ താങ്കി പിടിക്കുവാണ്. അനു ഇന്ന് കരയുവാണ്. എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് പോലും അനുവിന് അറിയില്ല. ഗോമതി അകത്തേക്കും കയറിപ്പോയി. ഈ സമയത്ത് ആരിന് അനുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നാലും നിന്നിലൊന്നും ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല അനു, ഇത്രയ്ക്ക് വലിയ ചതി ഞങ്ങളോട് ചെയ്യേണ്ടിയിരുന്നില്ല. നീ ചെയ്തുകൊണ്ടല്ലോ ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം വന്നിട്ട്, എന്താ മോളെ നീ കാണിച്ചേ, ഇങ്ങനെ എന്തേലും ചെയ്യാനായിരുന്നെങ്കിൽ നിനക്ക് ഒരു വാക്ക് പറയാൻ പറ്റരുത്. നിനക്ക് നീ എന്ത് പരിപാടി കാണിച്ചേ, നിനക്ക് ഈ വിവാഹം ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, എന്നിട്ട് നീ എന്താ കാണിച്ചേ, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുവിനെ കുറ്റപ്പെടുത്തുവാണ്. അനുവിനാണെങ്കിൽ എന്ത് ചെയ്യണം, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല. കാരണം ഒരു രാത്രി കഴിഞ്ഞിട്ട് വന്നിരിക്കുക. അപ്പൊ എല്ലാവരുടെയും വിചാരം തനിക്ക് അലോകിനോട് അത്രയ്ക്ക് പ്രേമമാണ്, അലോകിനോടുള്ള പ്രേമം മൂത്തിട്ട് താൻ അവനോടൊപ്പം പോയതാണ്, അങ്ങനെ അവൻ തന്റെ കഴുത്തിൽ താലി ആർത്തിയതെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ടും ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്ത് മീനാക്ഷിയുടെ മിത്രയുടെ മുന്നിൽ കൈ കൂപ്പി നിൽക്കുവാണ് അനു. എന്നിട്ട് പറഞ്ഞു, അതെ മീനാക്ഷി അടുത്ത് എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അനു കരയുമ്പോഴത്തേനും മിത്രയ്ക്ക് മീനാക്ഷി നിൽക്കും തോന്നി എന്തൊക്കെയോ ഇതിനകത്ത് കള്ളത്തരങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കല്യാണം മുടങ്ങി അവർ പിണങ്ങി പോവുകയും ചെയ്തു. കാരണം ആർക്കും സഹിക്കാനും പൊറുക്കാനും പറ്റുന്നൊരു കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. തലേ രാത്രി പെണ്ണ് വേറൊരു പുരുഷനോടൊപ്പം. അലോകിന്റെ മുഖത്തൊരു വിജയിച്ചിരിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നേ. താൻ ജയിച്ചു എന്നൊരു ചിന്ത. ഇനി ഇവളുടെ കല്യാണം എങ്ങനെ നടക്കും, ഇനി ഇവളെ തനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇവളുടെ കല്യാണം മുടക്കണമെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ദേവമംഗലംകാർക്കിട്ടൊരു പണി കൊടുക്കണമെന്നും ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും വിചാരിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അനന്തം പോയി അലോകിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, എടാ അലോകെ നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ, എന്നാലും ഈ ചതി ഇത് വേണമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അലോക് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വല്യച്ച, അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. രണ്ടു കുടുംബക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന, എന്നിട്ടാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. ഈ സമയത്ത് നന്ദിത പറഞ്ഞു, എന്താളും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയല്ലേ, നീ അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറയണം. ആ സമയം അലോ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്താണ്, ദേവമംഗലക്കാർക്കിട്ടൊരു ഇടിപെട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് അനുവിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവനോടൊപ്പം ഒരു ജീവിതം, അത് സ്വപ്നത്തിൽ പോലും ഇപ്പം ചിന്തിക്കുന്ന പോലും ഇല്ല അനു. കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനാന്നുള്ള കാര്യം മനസ്സിലായി. തന്റെ ജീവിതം തല്ലിക്കെടുത്താനായിട്ട് അവൻ കാണിച്ച പരിപാടി അത്. പക്ഷെ താൻ ആരോട് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ. അനു അവളെ ഒന്ന് പൊട്ടിക്കരയുവാണ്. ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു തന്നെ കണ്ടറിയണം. കാരണം അനുവിനെ കൃഷ്ണമംഗലത്തേക്ക് അലോക് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാകുമെന്നറിയില്ല. അത് കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം അവനൊരു നാടകം കളിച്ചോണെന്ന്. കാരണം അതിന് വേണ്ടിയിട്ടാണല്ലോ അവന്റെ ഉദ്ദേശം. ആനന്ദം കൊണ്ടുവന്ന ആ കോടീശ്വരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, ഇവളെ തള്ളിക്കളയണം. പക്ഷെ കല്യാണം മുടങ്ങി എല്ലാവരും
ദേവമൻ കാര്യങ്ങൾ ഫുള്ള് നാണം കെട്ട് നിൽക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അലവ് കളിച്ച നാടകമാണ്. അപ്പൊ എന്താണെങ്കിലും ദേവമംഗലക്കാർ ഇതൊക്കെ അറിഞ്ഞ് വെറുതെ വിടത്തില്ല. ഈ സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. നമ്മളെല്ലാവരും കൂടെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ജീവന്റെ അനുവിന്റെ വിവാഹം. പക്ഷേങ്കിൽ ഈ വിവാഹം മുടങ്ങിയതുകൊണ്ടൊന്നും അങ്ങനെ അനു അങ്ങോട്ട് പിന്മാറാൻ പോകുന്നില്ല. കാരണം അനുവിന് ഇനി വൈരാഗ്യമാവും. തന്റെ ജീവിതമല്ല തന്റെ കുടുംബത്തെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി അവനിട്ട് പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന